സ്നേഹമുള്ളവരെ, മനുഷ്യകുലത്തിൻ്റെ സർവ്വ ദുഃഖങ്ങളെയും ദൈവം നെഞ്ചിലേറ്റിയ ഒരു രാത്രി ഉണ്ടായിരുന്നു. ലോകചരിത്രം കണ്ട അനന്യവും അതുല്യവുമായ രാത്രികളിലൊന്ന്. ആ രാത്രിയുടെ ആണ്ടുവട്ടത്തിലെ ഓർമ്മ ദിനത്തിലാണ് നാം. പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. പെസഹ വ്യാഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. മേൽ ഗിബ്സൺ എന്ന് പറയുന്ന ഓസ്കർ അവാർഡ് ജേതാവായ വിശ്വപ്രസിദ്ധമായ ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹം ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിൽ ആ രാത്രിയുടെ ഒരു പ്രത്യേകത വിവരിക്കുന്നുണ്ട്. സെഹിയോൻ ഊട്ടുശാലയിലേക്ക് ഈശോയും യൂദാസും ഒരുമിച്ച് കയറുമ്പോൾ അങ്ങകലെ നസ്രത്തിലെ ഒരു ചെറിയ വീട്ടിൽ മേരി ഭീകരമായ ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയെണീക്കുകയാണ്. മേരിയോടൊപ്പം ഈശോയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട മറ്റ് സ്ത്രീകളുമുണ്ട്. അവരെണീറ്റിട്ട് മേരിയോട് ചോദിക്കും, എന്താണമ്മേ, എന്തോ സ്വപ്നം കണ്ട് അമ്മ ഭയന്നുപോയല്ലോ. ഉടനെ മേരി പറയുന്നു, മക്കളെ, ഏതോ തരത്തിലുള്ള ഒരു ഭീകരത എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്ക് എന്തോ പ്രത്യേകത ഈ രാത്രിക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അമ്മേ, ഈ രാത്രി വ്യത്യസ്തമാണ്. ഇനി മുതൽ നമ്മളെല്ലാം സഹോദരങ്ങളാണ്. അടിമകളെന്നുള്ള ചിന്താരീതി ഇനി മുതൽ ഇല്ലാതാകുന്നു. മേൽ ഗിബ്സൺ 430 വർഷക്കാലം ഈജിപ്തിൽ അടിമത്തത്തിൽ വാണ കിരാതമായ ഭരണത്തിൻ്റെ കീഴിൽ അമർച്ച ചെയ്യപ്പെട്ട യഹൂദജനത്തിൻ്റെ മുഴുവൻ വേദനകളും ഒരുമിച്ച് സന്നിവേശിപ്പിച്ചിട്ട് അവിടെ നിന്ന് മോചിതമായതിൻ്റെ ഓർമ്മയിലുള്ള പെസഹ പുതിയ പെസഹയിലേക്ക് ഉൾച്ചേർക്കുകയാണ്. പ്രിയമുള്ളവരെ, പെസഹ വ്യാഴത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്ത ആദ്യമായിട്ട് അതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്കാണ് പോകുന്നത്. പിന്നീട് അതിൻ്റെ ചരിത്രം, പിന്നെ അതിൻ്റെ പ്രായോഗിക പാഠം. ദൈവശാസ്ത്ര ചിന്തയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സ് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തേക്ക്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുകയാണ്. അത് മോറിയാമലയുടെ താഴ്വാരങ്ങളിൽ നമ്മുടെ ചിന്തകൾ ചെന്നെത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹവും ഇസഹാക്കും ഈ മല ചവിട്ടി കയറുകയാണ്. അപ്പോൾ അനിർവചനീയമായ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പനോട് മകൻ ചോദിക്കുന്ന ചോദ്യം നെഞ്ചു പിളർക്കുന്ന ചോദ്യമാണ്. അപ്പൻ്റെ നെഞ്ചു പിളർക്കുന്ന ചോദ്യം മകൻ ചോദിക്കുന്നു, അപ്പാ, തീയും വിറകുമുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? മന്ത്രം ജപിക്കുന്നത് പോലാണ് മറുപടി പറയുന്നു അബ്രാഹം, ഈ വിശ്വാസികളുടെ പിതാവ്. മോനെ, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. കാലങ്ങൾക്കപ്പുറത്തേക്ക് ആ മറുപടി മോറിയാമലയുടെ താഴ്വാരങ്ങളിൽ പ്രതിനിധിയായിട്ട് നിന്നില്ല. അത് അവിടെ നിന്ന് സഞ്ചരിച്ച് പിന്നീട് ഒലീവ് വൃക്ഷങ്ങളുടെ താഴ്വാരങ്ങളിൽ സെഹിയോൻ ഊട്ടുശാലയുടെ അകത്തളങ്ങളിൽ വന്ന് പ്രതിധ്വനിയായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഈശോ, ദൈവം തമ്പുരാൻ, ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആൾ, ഈ വീഞ്ഞും അപ്പവും എടുത്തിട്ട് ഇതെൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് പറയുന്ന സമയത്ത്, സ്വയം മനുഷ്യകുലത്തിനു വേണ്ടി ജീവനർപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ദൈവം നമുക്ക് കുഞ്ഞാടിനെ തരും എന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രാഹം പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാവുകയാണ്. ഇതാണ് ഒന്നാമത്തെ ദൈവശാസ്ത്ര ചിന്ത. രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്തയിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ ജനം വിമോചിതമായതിൻ്റെ ഓർമ്മയിൽ, ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞതിൻ്റെ സ്മരണ പുതുക്കും വിധം ദൈവം തമ്പുരാൻ തന്നെ അടിമയുടെ വേഷം ധരിച്ച് വിനീതനായി ശിഷ്യന്മാരുടെ പാദം കഴുകി മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ രൂപമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ലോകാവസാനത്തോളം താൻ സന്നിഹിതനാകുന്നുവെന്ന് മനുഷ്യന് ഉറപ്പു നൽകിയ ആ കൂദാശ സ്ഥാപനത്തിൻ്റെ ഓർമ്മയാണ്. അതാണ് രണ്ടാമത്തെ ദൈവശാസ്ത്ര ചിന്ത. ചരിത്രത്തിലേക്ക് നാം വരുമ്പോൾ എല്ലാ സംഭവങ്ങളും ആരംഭിക്കുന്ന ഓശാന ഞായറാഴ്ചയോട് കൂടിയാണ്. ഓശാന ഞായറാഴ്ച ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ദേവാലയം ശുദ്ധീകരിച്ചത് യഹൂദജനത്തെ വല്ലാതെ പ്രമാണിമാരെ പ്രകോപിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടി അവർ നിശ്ചയിച്ചു, ഇവനെ വധിക്കാത്ത തരമില്ല. ആ ചിന്തയിൽ ഇവർ ഈശോയുടെ ശിഷ്യനായ യൂദാസിനെ സ്വാധീനിക്കുകയാണ്. അടിമയുടെ വിലയായ 30 ഷെക്കലിന് ഈശോയെ ഒറ്റിക്കൊടുക്കാമെന്ന് യൂദാസ് തീരുമാനിക്കുകയാണ്. ഈ യൂദാസാണ് ബഥനിയായിൽ വെച്ച് സുഗന്ധതൈലം അഭിഷേകം മറിയം സുഗന്ധതൈലം അഭിഷേകം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഈ പാഴ്ചെലവെന്ന് ചോദിച്ചത്. ഇത് വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ യോഹന്നാൻ സുവിശേഷം പ്രത്യേകമായിട്ട് എഴുതുന്നു,
അവനങ്ങനെ ചോദിച്ചത് അവന് ദരിദ്രരോട് സ്നേഹമുണ്ടായിരുന്നുകൊണ്ടല്ല, മറിച്ച് പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണെന്ന് സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ പിറ്റേന്നാണ് ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അങ്ങേക്ക് എവിടെ പെസഹ ഒരുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോ പറയുന്നു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക, അവിടെ ഒരു കുടവും ചുമന്നുകൊണ്ട് വരുന്ന ഒരുവനെ നിങ്ങൾ കാണും. കുടവും ചുമന്നുകൊണ്ട് സാധാരണ സ്ത്രീജനങ്ങളാണ് വരാറ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു, അത് ഒരുപക്ഷെ നിക്കോദേമോസ് ആകാം, അല്ലെങ്കിൽ അത് അരിമത്യാക്കാരൻ ജോസഫ് ആകാം, അതുമല്ലെങ്കിൽ അത് മർക്കോസ് സുവിശേഷകനാകാം. ഏതുമാകട്ടെ, മർക്കോസിൻ്റെ മാളിക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ആ മാളികയിൽ വിശാലമായ ഒരു മുറിയാണ്. അവിടെ ഈശോയ്ക്ക് വേണ്ടി പെസഹ ഒരുക്കുകയാണ്. പെസഹ ഒരുക്കുന്ന സമയത്ത് വരാനിരിക്കുന്ന സംഭവങ്ങളുടെ ഭീതിതമായ രൂപം ഈശോയുടെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റണം എന്ന ചിന്തയിൽ അവിടുന്ന് ഈ അപ്പവും വീഞ്ഞും എടുത്തിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഇടതുവശത്താണ് പത്രോസ് ഇരിക്കുന്നത്, വലതുവശത്ത് യോഹന്നാൻ ഇരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത്, സ്നേഹത്തിൻ്റെ സുവിശേഷകൻ്റെ തൊട്ടടുത്താണ് ഒറ്റുകാരനായ യൂദാസ് ഇരിക്കുന്നത്. യൂദാസിൻ്റെ കൂടെ സങ്കടങ്ങളെ തൻ്റെ മനസ്സിലേക്ക് ഏറ്റെടുത്തിട്ടാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തമാണ് എന്ന് ഈശോ പറയുന്നത്. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും പാപികളുടെയും ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് നമ്മൾ അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, മാത്യു ഉലകന്തര സാർ അതിനെക്കുറിച്ച് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. ഈശോയുടെ മനസ്സിലുണ്ടാകുന്ന ഈ അന്തസംഘർഷത്തെക്കുറിച്ച്. അത് പെനുവേലിൽ യാക്കോബ് അനുഭവിച്ച ഒരു സംഘർഷം പോലെയാണ്. യാക്കോബ് ദൈവവുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടല്ലോ, ദൈവദൂതനുമായിട്ട് ഏറ്റുമുട്ടുമ്പോഴാണ് യാക്കോബിൻ്റെ പേര് മാറ്റിയിട്ട് ഇസ്രായേൽ എന്ന പേര് നൽകുന്നത്. ദൈവവുമായി ഏറ്റുമുട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ എന്ന അർത്ഥം വരുന്ന പേര്. അതുപോലെ ഈശോയുടെ ദൈവപ്രകൃതിയും മനുഷ്യപ്രകൃതിയും തമ്മിൽ സംഘടനത്തിലാവുകയാണ്. എന്തിനാണ് നീ ഇതുപോലെ വേദന അനുഭവിക്കുന്നത്? എന്തിനാണ് നീ കുരിശേറ്റെടുക്കുന്നതെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുമ്പോൾ ഈശോയുടെ ദൈവപ്രകൃതി എന്നുള്ള ഉത്തരം നമ്മൾ കാണുന്നു. നീ കുരിശേറ്റെടുത്താൽ മനുഷ്യൻ്റെ ദുരിതമനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന മനുഷ്യൻ്റെ കൂടെ ദൈവമില്ല എന്ന പുരാതനമായ ചിന്താഗതി, ആ പഴഞ്ചൻ ചിന്താഗതി തിരുത്തപ്പെടും. ഇതാ ദൈവം കൂടെ സഹിക്കുന്നു എന്നുള്ള മഹത്തായ ആ അറിവിലേക്ക് മനുഷ്യകുലം ഉയരും. അതുകൊണ്ട് എവിടെ ലോകത്തിൻ്റെ ഏത് കോണിലും ദരിദ്രനോ നിസ്സഹായനോ നിരാലംബനോ ആയ മനുഷ്യൻ വേദന അനുഭവിക്കുമ്പോൾ ദൈവം എനിക്ക് കൂട്ടായിട്ടുണ്ട് എന്ന അതിശക്തമായ ഉറപ്പിലേക്ക് മനുഷ്യകുലം ഉയരും. അതുകൊണ്ട് മനുഷ്യന് വേണ്ടി നീ വേദന അനുഭവിക്കുക, മനുഷ്യന് വേണ്ടി നീ കുരിശേറ്റെടുക്കുക. പ്രിയമുള്ളവരെ, മാത്യു ഉലകന്തറ സാറ് പറയുന്നത് ഇങ്ങനെ ഈ സങ്കടങ്ങൾ രക്തം വെള്ളമായി ഒഴുകുന്ന സമയത്ത് ഈശോ ഇങ്ങനെ നോക്കുകയാണ്. ഈശോ നോക്കുമ്പോൾ രക്തവും ശരീരവും രക്തവും എടുത്തിട്ട് ഉയർത്തി ഈശോ നോക്കുമ്പോൾ ഉലകന്തറ സാറിൻ്റെ മനോഹരമായ ഭാഷ, ശക്തിയോടന്നവൻ എഴുന്നേറ്റ് നോക്കി, പിന്നെ നരൻ്റെ ചരിത്രം കണ്ടു, ആദിപാപം കണ്ടു, വീഴ്ച കണ്ടു, പൂർവ്വതാതർത്തൻ തപസ്സു കണ്ടു, നൗഹതൻ കപ്പലോടുന്ന പ്രളയം കണ്ടു. പിന്നീട് അദ്ദേഹം എഴുതുകയാണ്, ആകാശ മേഘങ്ങളിൽ അന്തിമനാളിൽ ആഗതനാകുന്ന തന്നെ കണ്ടു. എല്ലാ ചരിത്രവും ഈശോയുടെ കണ്ണുകളിലെത്തുകയാണ്. എന്നിട്ടാണ് അവിടെ നിന്ന് പറയുന്നത്, ഇതെൻ്റെ ശരീരമാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്നതാണ്, ഇതെൻ്റെ രക്തം നിങ്ങൾ സകലർക്കും വേണ്ടി, എല്ലാ ജനത്തിനും വേണ്ടി ചിന്തപ്പെടുന്നതാണ്, സകല മനുഷ്യരെയും വിമോചിപ്പിക്കാൻ വേണ്ടി, എല്ലാ മനുഷ്യരെയും സാഹോദര്യ തുല്യമായി ഉയർത്താൻ വേണ്ടി, മനുഷ്യൻ്റെ മഹത്വം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ അവരോധിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ മനുഷ്യനു വേണ്ടി പീഡ അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പ്രായോഗിക പാഠത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനാകുന്നുണ്ടോ? സമയം മാറ്റിവെക്കാനാകുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം മാറ്റിവെക്കാനാകുന്നുണ്ടോ? നമ്മുടെ ധനം മറ്റുള്ളവർക്ക് വേണ്ടി നൽകാനാകുന്നുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ജീവിതങ്ങളാകുന്നുണ്ടോ? വിഭജിക്കപ്പെടുന്ന ജീവിതങ്ങളാകുന്നുണ്ടോ? അങ്ങനെയുള്ള ജീവിതങ്ങളുടെ നടുവിൽ
ക്രിസ്തു നിൽക്കുന്നു എന്നാണ് ഈ പെസഹ വ്യാഴം പറയുന്നത്. ഞാനൊരു സംഭവം ഓർക്കുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് നടന്നതാണ്. ഒരു കോൺവെന്റിൽ ഒരു അഭയ കേന്ദ്രമാണ്, അഭയ ഭവൻ എന്ന് പേരുള്ള, ആനന്ദഭവൻ എന്ന് പേരുള്ള ഒരു അനാഥ മന്ദിരത്തിൽ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്നതാണ്. സ്നേഹപൂർവമായിട്ട് അവര് സിസ്റ്റേഴ്സ് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇവർ വളരെ ദുഃഖത്തിലാണ്, അങ്ങേയറ്റം ദുഃഖത്തിലാണ്. ഞാൻ അവരോട് കാര്യം ചോദിച്ചപ്പോൾ അവര് ആ കഥ പറയുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു 40-42 വയസ്സുള്ള ഒരു സ്ത്രീ ഇവിടെ വന്നിരുന്നു. അവര് ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ജോലിയിലായിരുന്നു. അവർക്ക് 2 ആങ്ങളമാരാണുള്ളത്. ഒരാങ്ങള വലിയ കടം വരുത്തി വെച്ച് കളഞ്ഞു, വേറൊരാങ്ങളയ്ക്ക് വിദ്യാഭ്യാസമില്ല. ഈ പെങ്ങള് വിവാഹിതയാകാതെ ഈ ആങ്ങളമാർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ചു. ഈ പെങ്ങള് കടബാധ്യത, ഒരു ആങ്ങളയുടെ കടബാധ്യത വീട്ടാൻ വേണ്ടി ഓവർ വർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ആങ്ങളയെപ്പോലും അറിയിക്കാതെ കഷ്ടപ്പെട്ട് പണം അയച്ചു കൊണ്ടിരുന്നു. മറ്റൊരാങ്ങളയുടെ മക്കളെ പഠിപ്പിച്ച് വിദേശങ്ങളിൽ, യൂറോപ്യൻ നാടുകളിൽ ആക്കി കഴിഞ്ഞു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഏതോ ഒരു സമയത്തുള്ള ഒരുപാട് ക്ഷീണം തോന്നുമ്പോഴാണ് ഒരു ചെക്കപ്പ് നടത്തിയേക്കാമെന്ന് കരുതി ആ സ്ത്രീ പോയി നോക്കുമ്പോൾ ഷുഗർ അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചു കഴിഞ്ഞു. 500-ന് മുകളിലായിരിക്കുന്നു. ആന്തരാവയവങ്ങളെയൊക്കെ അത് ബാധിച്ചു. അവസാനം ജോലി മുമ്പോട്ട് പോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ വരുമ്പോൾ ജോലി രാജിവെച്ച് നാട്ടിലെത്തി ഒരുപാട് ചികിത്സകളിലൂടെയൊക്കെ കടന്നുപോയി. കുറെ നാളുകളൊക്കെ ആങ്ങളമാരൊക്കെ നോക്കി, ആങ്ങളമാരുടെ വീട്ടിലൊക്കെ മാറി മാറി നിന്നു. പിന്നീട് അത് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു എന്ന് തോന്നിയ സമയത്ത് ആരോടും പരിഭവം പറയാതെ ആ സ്ത്രീ വിളിച്ചു ചോദിക്കുന്നു ഈ ആനന്ദഭവനി സിസ്റ്റേഴ്സിനോട്, അവിടെ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവിടെ വരുന്നു. എന്നിട്ട് അവിടെ താമസിക്കുകയാണ്. സന്തോഷത്തിൽ മുമ്പോട്ട് പോവുകയാണ്. അവര് ചിന്തിയ വിയർപ്പുകൾ, ആ വിയർപ്പ് തുള്ളികൾക്കൊന്നും അവർക്ക് ഒരു പരിഭവമില്ല. അവളുടെ ആങ്ങളമാര് ചോദിക്കാത്തതിനൊന്നും പരിഭവമില്ല. ആങ്ങളമാരുടെ മക്കള് അന്വേഷിക്കാത്തതിനും പരിഭവമില്ല. ഈ സാധു സ്ത്രീ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമയത്ത് രാത്രിയിൽ ഇങ്ങനെ പറയുകയാണ്, എന്തോ എനിക്ക് വലിയ അസ്വസ്ഥത തോന്നുന്നല്ലോ അമ്മമാരെ. അവർ വന്ന് അടുത്ത് പരിചരിച്ച് കുഴപ്പമില്ലാതെ ശാന്തമാക്കി ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കും. വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. അന്ന് രാത്രി ആങ്ങളമാരെ വിളിക്കാൻ ഈ സ്ത്രീ നോക്കുകയാണ്. പക്ഷെ അവരുടെ ഫോൺ ഒരാളുടെ എൻഗേജ് ആയി, വേറൊരാൾ ഫോൺ എടുത്തില്ല. പിറ്റേന്ന് രാവിലെ എന്നും പള്ളിയിൽ വരുന്ന ഈ സ്ത്രീയെ കാണാഞ്ഞിട്ട്, ഒരുപാട് സ്നേഹമുള്ള സിസ്റ്റേഴ്സിന് ഒരുപാട് സ്നേഹമുള്ള ഈ സ്ത്രീയെ കാണാഞ്ഞിട്ട് തലേദിവസം അസ്വസ്ഥതയും പറഞ്ഞിരുന്നല്ലോ. ഒരു സിസ്റ്റർ ചെന്ന് നോക്കുമ്പോൾ ഈ കട്ടിലിൽ മരിച്ചു കിടപ്പുണ്ട് ഈ പാവം സ്ത്രീ. അത് ഈ സിസ്റ്റേഴ്സ് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് കണ്ണീരൊഴുകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പെസഹ ദിവസം പറയുന്നത് അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെടുന്ന ജീവിതം. രണ്ടാമതായിട്ട് ഓർക്കുക, ഈശോ എളിമയുടെ, വിനയത്തിൻ്റെ മാതൃക നൽകുന്നു. അടിമയെ പോലെ, ഈജിപ്തിൽ പൂർവ്വപിതാക്കന്മാർ അടിമകളായിരുന്നല്ലോ, അതിൻ്റെ അനുസ്മരണയിൽ അടിമയുടെ വേഷം ധരിച്ചിട്ട് ഈശോ ശിഷ്യരുടെ പാദം കഴുകുന്നു. നമുക്കാവുന്നുണ്ടോ എളിമയിലേക്ക്, വിനയത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ?